രാജ്യതലസ്ഥാനമായ ഡൽഹി കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ അടിച്ചമർത്തലുകൾക്കും ഭീഷണികൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ പോരാടുകയാണ് പ്രതിപക്ഷം. ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ശബ്ദം കേൾക്കാൻ കൂട്ടാക്കാതെ പോലീസ് സേനയെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത ക്രമക്കേടുകളിൽ രാജ്യവ്യാപകമായി അമർഷം പുകയുമ്പോഴും കേസെടുത്തും ഭയപ്പെടുത്തിയും പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാനാണ് കേന്ദ്ര സർക്കാർ മുതിരുന്നത്. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ ഭയന്ന് പിന്മാറില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോരാട്ട വീര്യത്തോടെ സമരരംഗത്ത് മുന്നിൽ നിൽക്കുകയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും. പാർലമെന്റ് മാർച്ചിനിടെ ഡൽഹി പോലീസ് ക്രൂരമായ അടിച്ചമർത്തൽ തന്ത്രങ്ങൾ പുറത്തെടുത്തിട്ടും ഒട്ടും വീര്യം ചോരാതെ ജന്തർ മന്ദറിൽ വീണ്ടും ഒത്തുകൂടി സമരം നയിക്കുന്ന വിദ്യാർത്ഥികളും യുവാക്കളും പ്രതിപക്ഷവും മോദി ഭരണകൂടത്തിന് വലിയ താക്കീതാണ് നൽകുന്നത്. വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തിനായി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ പോരാട്ടങ്ങൾക്ക് മുന്നിൽ മോദി സർക്കാർ പകച്ചു നിൽക്കുന്ന ചിത്രമാണ് ഡൽഹിയിൽ കാണാനാകുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, കെ.സി. വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ നേരിട്ട് തെരുവിലിറങ്ങി സമരം നയിച്ചതോടെയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ശക്തി കണ്ട് കേന്ദ്ര ഭരണകൂടം ഞെട്ടിയത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ മിന്നൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ അവർ കാണിച്ച ആർജവം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ പ്രതിഷേധിക്കുന്നവരുടെ ശബ്ദങ്ങളെ ജനാധിപത്യപരമായി നേരിടുന്നതിന് പകരം പോലീസിനെ ഉപയോഗിച്ച് ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനാണ് കേന്ദ്ര സർക്കാർ തിരക്കുകൂട്ടുന്നത്. അനധികൃതമായി സംഘം ചേർന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കാൻ ഡൽഹി പോലീസ് നിയമോപദേശം തേടുന്നത് ഇതിന്റെ വ്യക്തമായ തെളിവാണ്. ഇതുമാത്രമല്ല, കൊണാട്ട് പ്ലേസിൽ വെച്ച് ദ്രുതകർമ്മസേനയെ ആക്രമിച്ചെന്നാരോപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്കെതിരെ കേസെടുത്തതടക്കം 10ഓളം കേസുകളാണ് ഇതുവരെ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ പോലീസിനെയും വൻസേനകളെയും ഉപയോഗിച്ച് ഭയപ്പെടുത്തി ഭരണം തുടരാമെന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യാമോഹങ്ങളെയാണ് UDFും പ്രതിപക്ഷ സഖ്യവും തങ്ങളുടെ ധീരമായ സമരമുഖങ്ങളുടെ തച്ചുടയ്ക്കുന്നത്. എത്രയൊക്കെ കേസുകളും പീഡനങ്ങളും അഴിച്ചുവിട്ടാലും രാജ്യത്തെ യുവതയുടെയും ജനങ്ങളുടെയും നീതിക്കായി പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഡൽഹിയിൽ UDF മുന്നേറുന്നത്. അതിനേക്കാൾ ഭയരഹിതമായി പ്രധാനമന്ത്രിയുടെ വാതിൽപ്പടിയിൽ വരെ ചെന്ന് വിരൽ ചൂണ്ടി സംസാരിക്കാൻ കോൺഗ്രസ് കാട്ടുന്ന പോരാട്ട വീര്യം സമാനതകളില്ലാത്തതാണ്.